ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു ക്യുസാണ്. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ക്യുസാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇദ്ദേഹമാണ് PN പണിക്കർ. ഇദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്, ജൂൺ 19. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വായനാ ദിനം. ജൂൺ 19 വായനാ ദിനം. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി പ്രഖ്യാപിക്കുന്നത്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി മലയാളികൾ ആചരിക്കുന്നത്. അപ്പോൾ ഇതാണ് വായനാ ദിനത്തിന് പിന്നിലുള്ള കാര്യം കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമുക്ക് 25 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ക്വസ്റ്റ്യൻ: ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിച്ചു തുടങ്ങിയത്? 1996 ജൂൺ 19 മുതൽ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? PN പണിക്കർ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ, കോട്ടയം. PN പണിക്കർ ജനിച്ച വർഷം 1909 മാർച്ച് 1. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2004 ജൂൺ 19. മലയാള ഭാഷയുടെ പിതാവ്. എഴുത്തച്ഛൻ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. മലയാളം അച്ചടിയുടെ പിതാവ്. ബെഞ്ചമിൻ ബെയ്ലി. രാമായണം എഴുതിയത് ആര്? വാൽമീകി. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത്? രാമചരിതം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കൃതി ഏത്? സംക്ഷേപ വേദാർത്ഥം. മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ? ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ കർത്താവ് ആര്? O. ചന്തുമേനോൻ. നീർമാതളം പൂത്ത കാലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? മാധവിക്കുട്ടി. മഹാഭാരതം രചിച്ചത് ആര്? വേദവ്യാസൻ. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏത്? നളചരിതം ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഉണ്ണായി വാര്യർ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? വീണപൂവ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവി ആര്? മൊയ്ൻകുട്ടി വൈദ്യർ. കഥകളിയുടെ സാഹിത്യ രൂപം? ആട്ടക്കഥ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ആട്ടക്കഥ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? കൊട്ടാരക്കര തമ്പുരാൻ. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത്? ഗീതാഞ്ജലി. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. 25 ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.